ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ പോകുന്ന ബാത്റൂമിന് ഏതൊക്കെ പൈപ്പ് ലൈനുകളാണ്, എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്നതെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ മെയിനായിട്ട് വരുന്ന ഡ്രൈനേജാണ് വരുന്നത്. 4 ഇഞ്ചിൻ്റെ ഡ്രൈനേജ് സിസ്റ്റം വരുന്നുണ്ട്. അത് ക്ലോസറ്റിൽ നിന്ന് വരുന്ന ഡ്രൈനേജ് സിസ്റ്റം. അതിൽ നിന്ന് നേരെ ഏറ് പൊക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം രണ്ടാമത് വരുന്നത് കുളിക്കുന്ന വെള്ളം കാര്യങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ട്രാപ്പാണ് കൊടുക്കുന്നത്. ട്രാപ്പിൽ നിന്ന് പോകുന്നതാണ് അടുത്തത് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് നമ്മൾ വെള്ളത്തിൻ്റെ, അതായത് സാധാരണ വാട്ടർ ലൈനിന് വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് പൈപ്പ്, അതായത് വാൽവ് വെച്ച് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഒരു CPVC പൈപ്പ്, ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിൽ നിന്നാണ് വരുന്നത്. അത് നേരെ താഴേക്ക് കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ 4 ഇഞ്ച് പൈപ്പ്, അതിനുശേഷം 2 ഇഞ്ച് പൈപ്പ്, പിന്നെ അതിനുശേഷം ഇതാണ് നമ്മൾ പറഞ്ഞ ആ ബാത്റൂമിൻ്റെ വാൽവ്, അതായത് ബാത്റൂമിലേക്ക് പോകുന്ന കണക്ഷൻസിന് സെപ്പറേറ്റ് ഒരു വാൽവ് കൂടി കൊടുത്തു. കാരണം എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാത്രം ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒരു ബോൾ വാൽവ് കൂടി കൊടുത്തു. പിന്നെ CPVC ഏറ്റവും മുകളിൽ നിന്നാണ് ചൂടുവെള്ളത്തിന് ഇറങ്ങുന്നത്. പിന്നെ കിച്ചണിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും താഴെ എണ്ണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് കണക്ട് ചെയ്ത് നേരെ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, 4 ഇഞ്ച് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഡ്രൈനേജ് സിസ്റ്റത്തിന് മസ്റ്റായിട്ട് എയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു എൻഡ് സൈഡ് ആയതുകൊണ്ട് അവിടേക്ക് നമ്മൾ ഒരു എയർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലേക്ക് കൊടുത്തിരിക്കുന്നതുണ്ടോ, അതായത് 4 ഇഞ്ച് പൈപ്പ് ഇട്ടതിന് ശേഷം നേരെ മുകളിലേക്ക് 2 45 മറച്ച് ഏറ്റവും ടോപ്പിലേക്ക് തന്നെ അതിൻ്റെ എയർ സിസ്റ്റം കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എയർ കംപ്ലീറ്റ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തായിരിക്കും റിലീസാകുന്നത്. അതായത് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന സ്മെല്ല് എയർ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ക്ലോസറ്റ് വഴി ബാത്റൂമിൻ്റെ അകത്തായിരിക്കും റിലീസാവുന്നത്. ബാത്റൂമിൻ്റെ അകത്ത് റിലീസായി കഴിഞ്ഞാൽ ആദ്യമൊന്നും പ്രശ്നം ഉണ്ടാവില്ല. കുറേ നാളുകൾ കഴിയുന്ന സമയത്ത്, ഒരു 2 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ബാത്റൂമിൻ്റെ അകത്തും വീടിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ബാഡ് സ്മെല്ലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ക്ലോസറ്റിൽ നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ, അതായത് ബ്ലോക്കുകളില്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ട് എയർ മസ്റ്റായിട്ട് കൊടുക്കുന്നത് അത്യാവശ്യമാണ്. ഒരു വീട്ടിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, വീടിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് 2 സൈഡിലും ബാത്റൂമുകൾ വരുന്നുണ്ടെങ്കിൽ 2 സൈഡും എയർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു സൈഡ് മാത്രം റിലീസ് ആകുമ്പോൾ അത്രയും അപ്പുറത്തെ സൈഡ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ അവിടെ എയർ റിലീസ് ആവില്ല. ഒരു സൈഡ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഒരു സൈഡ് എയർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് എയർ റിലീസ് ആവണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നത് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നതിന് ശേഷം മാത്രമേ റിലീസ് ആവുള്ളൂ. പക്ഷേ 2 സൈഡ് എയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്ന് എയർ റിലീസ് ആയി കഴിഞ്ഞാൽ ബ്ലോക്ക് ഒരു 90% കുറയും. അതുമാത്രമല്ല ബാഡ് സ്മെല്ല് ഉണ്ടാവാതിരിക്കാതെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ 2 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്ന കുളിക്കുന്ന വെള്ളത്തിനും ചെറിയൊരു എയർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു ടീ വെച്ചതിന് ശേഷം ഒരു എയർ കോൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതും ഇതുപോലെ തന്നെ എയർ റിലീസ് ആവുന്നതിനും ബ്ലോക്ക് കാര്യങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine.